ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഫാമിലി വ്ലോഗ് കോട്ടയം ടു കണ്ണൂരിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എലിയെ പിടിക്കാനുള്ള കുറച്ച് ടിപ്സുകളുമായിട്ടുള്ള വീഡിയോ ആണ്. എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. പോകാം വീഡിയോയിലേക്ക്. തംബ്ലൈനിൽ കണ്ടത് വെറുതെ അല്ല കൂട്ടുകാരെ. നമുക്ക് ഒരു പാരസെറ്റമോൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എലിയെ പിടിക്കാനുള്ളതും ഉള്ളൂ. എങ്ങനെയാണ് പാരസെറ്റമോൾ വെച്ചിട്ട് നമ്മൾ എലിയെ പിടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ മഴക്കാലത്തൊക്കെ എലിശല്യം രൂക്ഷമായി വരുന്നുണ്ടാവും അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലും എല്ലാം ഉണ്ട് എലിശല്യം കൂടുതലായിട്ട്. ഞാൻ വെക്കുന്ന കെണികളും എൻ്റെ മുത്തശ്ശി പറഞ്ഞു തന്ന കാര്യങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനായിട്ട് നമുക്കിവിടെ ഒരു പാരസെറ്റമോൾ എടുക്കാം. ഇത് നന്നായിട്ട് പൊടിച്ചിട്ട് നമുക്ക് കുറച്ച് ചോറും കൂടെ എടുത്ത് കൂട്ടിക്കുഴയ്ക്കുക. ഏത് ഭാഗത്താണ് നമ്മൾ എലിയെ പിടിക്കാൻ വേണ്ടിയിട്ട് കെണി ഒരുക്കുന്നത് ആ ഭാഗത്ത് ഈ ചോറും പാരസെറ്റമോളും നന്നായിട്ട് കുഴച്ചിട്ട് വെച്ച് കൊടുക്കുക. നല്ലൊരു ടിപ്സ് തന്നെയാണ്. നമ്മൾ പരീക്ഷിച്ച് നോക്കിയതാണ്, അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത്. പണ്ട് കാലങ്ങൾ മുതലേ നമ്മൾ കണ്ടുവരുന്നതാണല്ലേ എലി പിടിക്കാൻ വേണ്ടിയിട്ട് കെണി മേടിച്ച് വെക്കുന്നതെന്ന്. അതിൽ എലി 2-3 വട്ടമൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ കയറാറില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ടിപ്സുകൾ പരീക്ഷിച്ച് നോക്കിയാൽ തീർച്ചയായും ഉപകാരപ്പെടുന്നതാണ്. പിന്നെ പണ്ട് കാലത്തുള്ളവർ പറയാറുണ്ടല്ലേ, പൂച്ച വീട്ടിൽ വളർത്തുവാണെങ്കിൽ എലിശല്യം ഇല്ലാതാകുമെന്ന്. അത് ഒരു പരിധിവരെ നമുക്ക് ഉപകാരപ്പെടും. അതുപോലെ തന്നെ നമ്മൾ പാറ്റയെ പിടിക്കുന്ന ഗുളികയുണ്ടല്ലോ, ആ ഗുളികയും നമ്മളൊരു ഡപ്പയ്ക്കകത്തിട്ടിട്ട് നമ്മളൊരു സൈഡിൽ വെച്ച് കൊടുത്താൽ, എലി വരുന്ന ഏത് ഭാഗത്ത് നമ്മൾ വെച്ച് കൊടുത്താൽ നമുക്ക് എലിയെ പിടിക്കാവുന്നതാണ്. പാറ്റ ഗുളികയുടെ ഗന്ധം എലിക്ക് ഇഷ്ടമുള്ളതല്ല, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എലിയെ പിടിക്കാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ടിപ്സാണ് പാരസെറ്റമോളും കോൾഗേറ്റും ഗോതമ്പ് മാവും മാത്രം മതി. ഇത് മൂന്നും കൂടി കൂട്ടിക്കുഴച്ചിട്ട് ചെറിയ ഉരുളകളാക്കിയിട്ട് നമ്മൾ എലി വരുന്ന ഭാഗങ്ങളിൽ, അതായത് എലിശല്യം കൂടുതലുള്ള ഭാഗങ്ങളിൽ ഉരുളകൾ വെച്ച് കൊടുക്കാം. ഇത് നല്ലൊരു ടിപ്സാണ് കേട്ടോ. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് രാത്രികളിൽ വെച്ച് കൊടുക്കുക. ഇങ്ങനെയുള്ള ടിപ്സുകളൊക്കെ നമ്മൾ ഉപകാരപ്പെടുത്തുന്നത് രാത്രികളിൽ എലിയെ പിടിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കുക. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാവും. അതെല്ലാം ശ്രദ്ധിച്ച് തന്നെ നമ്മൾ എലിക്ക് വേണ്ടിയിട്ടുള്ള കെണികൾ ഒരുക്കണം. നമ്മുടെ വീടുകളിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് ഐറ്റംസ് തന്നെയാണിത്. അതായത് പേസ്റ്റ്, അതുപോലെ തന്നെ ഗോതമ്പ് പൊടി, പാരസെറ്റമോൾ ഗുളികയൊക്കെ നമ്മളിപ്പോൾ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ടല്ലോ. ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് എലിയെ പിടിക്കാവുന്നതേ ഉള്ളൂ. നല്ലൊരു ടിപ്സാണ് ഈ പാരസെറ്റമോളും അതുപോലെ തന്നെ പേസ്റ്റും ഗോതമ്പ് മാവും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഉരുളകളാക്കി വെക്കുന്നത് അടിപൊളി ടിപ്സാണ്. നമുക്ക് എലിയെ പിടിക്കാൻ പറ്റുന്ന അടിപൊളി ടിപ്സാണ്. ഞാൻ വെച്ച് യൂസ് ചെയ്ത് നോക്കിയതാണ്. എനിക്ക് തോന്നുന്നു പാരസെറ്റമോൾ മാത്രം പൊടിച്ച് ചോറിൽ ചേർക്കുന്നതിന് മുമ്പ് ഇതാണ് കൂടുതൽ ഉപകാരപ്പെടുന്നത്.